സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥിയായിട്ടുള്ള ശ്രീമതി അഡ്വക്കേറ്റ് സരിത മാഡം, മറ്റ് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ വിവിധ ഉദ്യോഗസ്ഥരെ, ഏറ്റവും പ്രിയപ്പെട്ട ഈ പരിപാടിയിൽ ശ്രോതാക്കളായിട്ടുള്ള സദസ്യരെ, വനിതാ ശിശു വികസന വകുപ്പ് എല്ലാ വർഷവും മാർച്ച് 8 വനിതാ ദിനം വളരെ ഗംഭീരമായി ആഘോഷിക്കാറുണ്ട്. അന്തർദേശീയ വനിതാ ദിനം ഓരോ മുക്കിലും മൂലയിലും നമ്മുടെ കേരളത്തിലും ഭംഗിയായി ആഘോഷിച്ചു വരികയാണ്. നമുക്കറിയാം, നാളെ നമ്മുടെ സ്റ്റേറ്റ് തലത്തിൽ, സംസ്ഥാന തലത്തിൽ മാർച്ച് 8 വനിതാ ദിനം വളരെ ഗംഭീരമായി നമ്മുടെ മന്ത്രിമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ച് ഈ മാർച്ച് 8 ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ സാറ്, നമ്മുടെ ജില്ലാ കളക്ടർ ആണ് നമ്മുടെ ഏറ്റവും നല്ല ജില്ലാ കളക്ടറായി സംസ്ഥാനം തിരഞ്ഞെടുത്തത്. അത് വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് അറിയിക്കുന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 4 മാസമേ ആയുള്ളൂ. അപ്പോൾ മറ്റുള്ള എന്നെ സംബന്ധിച്ച് ഒരുപാട് ജില്ലയിൽ ഞാൻ ഇതുപോലെ ജോലി ചെയ്തിട്ടുണ്ട്, ജില്ലാ ഓഫീസറായി ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും കാണാത്ത, ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടവും സ്ഥലവും ഉള്ള ഒരു നാടാണ്. 100% ആക്കുമെന്നാണ് സാറിൻ്റെ ഉദ്ദേശം. സാറിൻ്റെ ലക്ഷ്യം അതാണ്. അതിനെ ഒരാഴ്ചയിൽ നിൽക്കുന്ന നിൽപ്പിലായിരിക്കും. അതായത് സാറിൻ്റെ ചെറിയൊരു സമയം ഉണ്ടെങ്കിൽ സാറ് അതിനായിട്ട് മീറ്റിംഗ് വിളിക്കുക, അത് മോണിറ്ററിങ് നടത്തുക. വളരെ സന്തോഷമുണ്ട്. ഇതൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പ്രീ സ്കൂൾ കുഞ്ഞുങ്ങൾ, അംഗനവാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു റിസോഴ്സ് കേന്ദ്രമാണ്. അവിടെ പ്രീ സ്കൂൾ പ്രവർത്തനം മാത്രമല്ല നടക്കുന്നത്, മോൾഡിംഗ് ആൻഡ് ഷേപ്പിംഗ് ഓഫ് നാളത്തെ പൗരനെ ഷേപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു കേന്ദ്രത്തിനോട് സാറ് കാണിക്കുന്ന ആത്മാർത്ഥത, നമ്മുടെ കുഞ്ഞുമക്കളോട് നാളത്തെ ഇന്ത്യയെ നയിക്കേണ്ട ആ ഗ്രൂപ്പ് ഓഫ് HR-നെ സാറിൻ്റെ ആ കൺസേൺ, അത് നമുക്കൊരിക്കലും പരിഗണിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്തായാലും വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഞാൻ ഈ സമയത്ത് സാറിൻ്റെ ഹൃദയംഗമായ എല്ലാ ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്, അതുപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്, അതുപോലെ തന്നെ ശ്രീമതി ചിത്രരേഖ എസ്, ബഹുമാനായ ശ്രീമതി ജ്യോതി പി, ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ കാസർഗോഡ്, ശ്രീമതി ഷെരീൻ ഐസക്, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ കാസർഗോഡ്, ശ്രീമതി. അത് വനിതയാണ്. ആ വനിത എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. പക്ഷെ ഇപ്പോഴ് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് ദൈവം അനുഗ്രഹിച്ച നാട് എന്ന് കേരളത്തെ പറയുമെങ്കിലും ഇപ്പോൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക്, ഇന്ത്യയിലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുക. അമ്മ ആരാണെന്നോ, സഹോദരി ആരാണെന്നോ, ഭാര്യ ആരാണെന്നോ ഒന്നുപോലും ആലോചിക്കാതെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ കാട്ടിക്കുന്നത്. നമുക്കറിയാം, ഒരാഴ്ച മുമ്പ് നമ്മുടെ TV ചാനലുകളൊക്കെ കണ്ടത് ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സുള്ള വഹാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചെയ്തു കൂട്ടിയ ആപത്ത്, ആ വിപത്ത് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നില്ല, അത് എവിടെ നിന്നാണ് തുടക്കം കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് നമുക്ക് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്നേഹം, ഐക്യം, അത് നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. അമ്മയോടുള്ള സ്നേഹം, സഹോദരിമാരോടുള്ള സ്നേഹം, സഹോദരന്മാരോടുള്ള സ്നേഹം, ഈ സ്നേഹങ്ങൾക്ക് ഇപ്പോൾ കളങ്കം നേരിട്ടിരിക്കുക. എല്ലാം ഇപ്പോൾ ഞാൻ മതി എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ളതാണ് കടന്നുപോകുന്നത്. അതിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കണം. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്, സ്ത്രീ ശാക്തീകരണത്തിൽ നമ്മുടെ കേരളം നമ്മുടെ 1ാം ഇതിലാണ്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വനിതാ ശിശുദിനത്തിൻ്റെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനീയ കളക്ടർക്ക്
അവരെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല കളക്ടർക്കുള്ള അവാർഡ് കിട്ടിയ ഒരാളാണ്. സാധാരണ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനപ്രതിനിധികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു വലിയൊരു ഉദ്യോഗസ്ഥനാണ് ഞങ്ങൾ ജില്ലാ കളക്ടർ. അത് ഏത് കാര്യത്തിലായാണ്, ഏത് കാര്യം കാസർഗോഡ് നഗരസഭയുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ കാസർഗോഡ് നഗരസഭയുടെ പ്രവർത്തനങ്ങളിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നത് ഏറ്റവും കൂടുതൽ കാസർഗോഡ് നഗരസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ കളക്ടർ ഇൻഡസ്ട്രിയൽ സമയത്തുള്ളത്. അദ്ദേഹമാണ് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിൽ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നമ്മൾ അവരെ കൂടി ഓർക്കണം. അപ്പോൾ ഏത് മേഖലയായാലും ഇന്ന് വനിതകൾ ഒരു മുന്നിലുള്ള ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അത് നമ്മളെല്ലാവരും ഇപ്പോൾ 1911 കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ലേബർ മൂവ്മെന്റിന്റെ ഒരു റൈറ്റ് മൂവ്മെന്റ് ഒഫീഷ്യലായിട്ട് ഈ ഒരു ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്ന് പറയുന്ന ഒരു ഡേ മാർച്ച് 8 എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമാണ്. ഇത്രയും കാലം ഇവരെല്ലാവരും ഒരുപാട് ആളുകൾ ഇതിന്റെ പുറകിൽ ചെയ്ത് ആണ് ഇത്രയും ഒരു വന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം വളരെ മുമ്പിലാണ്. നല്ല ഒരു കുടുംബശ്രീ ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു എക്കണോമിക് എംപവർമെന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് ചാലഞ്ചസ് ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു സംരക്ഷണം ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വളർന്നു വരുന്ന ഈ മയക്കുമരുന്നിന്റെ പ്രശ്നത്തിലും ഇതാക്കാനുള്ള ഒരു വലിയ ഒരു ഉത്തരവാദിത്വം സ്ത്രീകൾക്കുണ്ട്. പലപ്പോഴും നമ്മൾ വീട്ടിലുള്ള അമ്മമാർക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള നമ്മുടെ അനിയത്തി ചേച്ചിമാർക്കും ഇവരെല്ലാം തൊട്ടടുത്തുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. അവരുടെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അവരുടെ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇതിലൊരു പ്രധാന ഉത്തരവാദിത്വം നമുക്ക് അടുത്ത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രശ്നം നേരിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കാലഘട്ടത്തിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ മയക്കുമരുന്നിന്റെ പ്രശ്നമാണ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് ഇന്ന് നമുക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളേ ഇല്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ജെൻഡർ ഈക്വാലിറ്റി നമ്മൾ ആൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ മുകളിൽ പോയിട്ടുണ്ടെന്ന് തന്നെ പറയാം. പക്ഷെ എന്നാലും എല്ലാവർക്കും ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്, സമൂഹത്തിനുമുണ്ട്. എല്ലാവർക്കും ഇതിന്റെ ഒരു ഇത് നമുക്ക് കാണും. അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടികൾ നമുക്ക് ജില്ലയിൽ ഉള്ള ഒരു 113 അംഗൻവാടികളാണ് നമ്മൾ എടുത്തത്. അതിൽ 66 അംഗൻവാടികൾക്ക് നമുക്ക് കഴിഞ്ഞ ഈ 1.5 വർഷത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു. ഇനി ഒരു 47 അംഗൻവാടികൾക്ക് നമുക്ക് അതിന്റെ സ്ഥലം കണ്ടെത്താനുള്ള ഒരു ഇത് നടന്നു വരികയാണ്. അപ്പോൾ ഇനി നമ്മുടെ ജില്ലയിൽ ഒരു 47 അംഗൻവാടികൾ മാത്രമേ ഈ പ്രൈവറ്റ് കെട്ടിടങ്ങളിൽ വാടകയ്ക്കുള്ള ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതും കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആസ്പിറേഷൻ ബ്ലോക്കായ പറക്കം ബ്ലോക്കിൽ വലിയ രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. അതിലും അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ് ഇവരെല്ലാം എന്താണ് ഇത്രയും നമുക്കറിയാം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. എന്നാലും അവരെല്ലാം ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്നു പോയി ഒരുപാട് സ്ഥലത്തൊക്കെ ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ നടന്നു പോയി ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. അവരില്ലാതെ ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഒരു വലിയ അച്ചീവ്മെന്റ് നമുക്ക് നടന്നിട്ടുണ്ടാകില്ല. അവരാണ് ഇതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ആളുകൾ. അതിനെക്കുറിച്ച് ഞാൻ പറക്കം ബ്ലോക്കിൽ ഉള്ള അംഗൻവാടി വർക്കേഴ്സ്, പൊതുവെ എല്ലാ അംഗൻവാടി വർക്കേഴ്സിനുള്ള ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറക്കം ബ്ലോക്കിലുള്ള അംഗൻവാടി വർക്കേഴ്സും പ്രത്യേക അഭിനന്ദനം ജോലി അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ എന്ന് പറയപ്പെടുന്നത് ഒരുപാട് ഇപ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് നമ്മുടെ ജില്ലയ്ക്കുള്ള റെക്കഗ്നേഷൻ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ജില്ലാ കളക്ടർക്ക് മാത്രമല്ല, ഇവിടെ ഉള്ള ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ആളുകളും ഇതിന്റെ പുറകിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ കാരണം. ഇവിടെ അംഗൻവാടിക്ക് നമുക്ക് 66 അംഗൻവാടികൾക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അത്രത്തോളം വർക്കുകളുണ്ട്. ഓരോ ICDS സൂപ്പർവൈസർമാരും ഓരോ പഞ്ചായത്തിലുള്ള ICDS സൂപ്പർവൈസറും അതിന്റെ പുറകിൽ പോകണം, സ്ഥലം കണ്ടെത്തണം, അതിനുള്ള DPR റെഡിയാക്കണം, അതിന്റെ ഫീസിബിലിറ്റി കൊടുക്കണം, പിന്നെ അതിനുള്ള ഫണ്ട് കണ്ടെത്തണം. ഇത്രത്തോളം വർക്കുകളെല്ലാം ചെയ്തിട്ടാണ് പിന്നെ പ്ലാനിംഗ് ബോർഡിന്റെ അപ്രൂവൽ എടുത്തിട്ടാണ് നമുക്ക് പഞ്ചായത്തിന്റെ റെസൊല്യൂഷൻ വാങ്ങി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് കിട്ടി ഇത്രത്തോളം റെസൊല്യൂഷൻ എല്ലാം എടുത്ത് ഒരു ഫൈനൽ ഒരു AS കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വർക്കുകളുണ്ട്. ഇത്രത്തോളം വർക്കുകളിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു പങ്കാളിത്തവും ഇതിലുണ്ട്. അതിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. വുമൻ ആൻഡ് ചിൽഡ്രൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്.
അതിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധയും ഉണ്ടാവണം. അതിലിപ്പോൾ വൺ സ്റ്റോപ്പ് സെൻറ്റർ നമുക്ക് അങ്ങനെ നമുക്ക് വാങ്ങിക്കൊടുക്കും. അപ്പോൾ നമുക്ക് വളരെ ഒരു നല്ല ശക്തിപ്പെടുത്തേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വുമൻസ് ചിൽഡ്രൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ഒരു സംശയമുണ്ട്, അത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് പ്രവർത്തിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. തീർച്ചയായിട്ടും ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ നല്ല രീതിയിലുള്ള പ്രോഗ്രാംസ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഇനിയും വരും കാലഘട്ടത്തിൽ കാസർഗോഡിന് നല്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടും ഇവിടെയുള്ള ആളുകൾക്കെല്ലാം അതിന് ഗുണം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ന് നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് എന്താണ് പ്രതിസന്ധികളെ കടന്ന് ജയിച്ച ആളുകളെല്ലാം നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. അതുപോലെ അംഗൻവാടി സൂപ്പർവൈസേഴ്സ്, അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, അതുപോലെ കുടുംബശ്രീ അംഗങ്ങൾ, ഇവരെല്ലാവരെയും നമുക്ക് നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ നമ്മുടെ വികസനത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. കാരണം അവരില്ലെങ്കിൽ ഇത്രത്തോളം ഒരു വികസനം വന്നിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാഡം ഇവിടെ ഉദ്ഘാടനമായിട്ട് എത്തിച്ചേരുന്നതാണ്. കാരണം മാഡത്തിൻ്റെ പള്ളി തിരക്കുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മാഡത്തിൻ്റെ പേരിലും ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആക്സിലേറ്റ് ആക്ഷൻ എന്ന കൃത്യമായ ഒരു തീമോടുകൂടിയാണ് ഇത്തവണ വനിതാ ദിനം ആഘോഷിക്കപ്പെടുന്നത്. ഓരോ പ്രവൃത്തിയും കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഉന്നമനത്തിന് നമുക്ക് ഇനിയും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നൊരു സൂചന കൂടി നൽകി വരികയാണ്. ഒരുപാട് മേഖലയിൽ സ്ത്രീകളുടെ വ്യക്തിമുദ്ര വലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണവും അവരുടെ ബഹുമാനത്തിന് ഏൽക്കുന്ന ക്ഷതങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2018 സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിൻ്റെ കണക്ക് 58%, 2023 ആകുമ്പോൾ അത് 60% വർദ്ധിച്ചു വരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മണിപ്പൂർ പോലെയുള്ള മേഖലയിൽ മണിപ്പൂർ രീതിയിലാണ് സ്ത്രീകൾ അവർ ചൂഷണത്തിനിരയായത്. സ്ത്രീകളുടെ അഭിമാനത്തിൻ്റെ ഏറ്റവും മോശം രീതിയിൽ ക്ഷതമേൽക്കുകയും ഏറ്റവും മോശം രീതിയിൽ അവർ ബലാത്സംഗത്തിനിരയായി ചെയ്യപ്പെട്ട ഒരു കാഴ്ച ഇന്ത്യ എന്ന മഹാരാജ്യം വേദനയോടുകൂടി തന്നെ വീക്ഷിക്കപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിൽ ഏറെക്കുറെ മാറ്റങ്ങൾ സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ശതമാനം എന്നത്, സ്ത്രീ വിദ്യാഭ്യാസ ശതമാനം എന്നത് 95%, പുരുഷ വിദ്യാഭ്യാസ ശതമാനം എന്നത് 97%. പക്ഷെ എന്നാൽ പോലും ഇതേ കണക്ക് അവരുടെ എംപ്ലോയ്മെന്റ് പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ കേവലം 36% സ്ത്രീകൾ മാത്രമേ ജോലിയിലേക്ക് പോകുന്നുള്ളൂ എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപാട് ഉത്തരവാദിത്വമായി സ്ത്രീകൾ പോകുമ്പോൾ ഒരു ഭാര്യ നിലയ്ക്കും ഒരു അമ്മയെന്ന നിലയ്ക്കും ഒരു മകളെന്ന നിലയ്ക്കും സ്ത്രീകൾ മുന്നോട്ട് പോകുമ്പോൾ താൻ നേടിയ വിദ്യാഭ്യാസം തൻ്റെ ജോലിയുടെ മേഖലയിൽ തിളങ്ങുന്ന രീതിയിലേക്ക് മാറുന്നില്ല എന്നതാണ് ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. സുനിത വില്യംസും അടക്കമുള്ള സ്ത്രീകളെ സ്മരിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു വനിതാ ദിനം ആഘോഷിക്കപ്പെടേണ്ടത് എന്ന് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചു. ബഹിരാകാശത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് കുടുങ്ങിപ്പെട്ട 2 പേരിൽ ഒരാൾ സ്ത്രീയാണ്. സർവ്വതല സ്പർശിയായ സ്ത്രീകൾ മുന്നേറുന്നുണ്ടെങ്കിൽ പോലും ഇന്നും തുല്യത എന്നതിലുപരി സ്ത്രീ പുരുഷ തുല്യത എന്ന വിഷയം കൂടി സംസാരിക്കുമ്പോൾ ആ തുല്യതയിലേക്ക് എത്തിച്ചേരാൻ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവുന്നുണ്ടോ എന്നൊരു ഒരു വിഷയം കൂടി ചർച്ച ചെയ്തു പോകേണ്ട ഒരു ദിനം കൂടിയാണ് നാളെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ എന്നാൽ പോലും ഒരു ഭാഗത്ത് കൃത്യമായ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് നമ്മുടെ കൊച്ചു കേരളത്തെ പിടിച്ചുവെട്ടാൻ ഭാഗത്തിന് രാജ്യത്തിന്റെയും നമ്മുടെ സംസ്ഥാനത്തിന്റെയും സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ട ഒരു തലമുറ വഴിതെറ്റി പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് മാധ്യമപത്രത്തിൽ കണ്ടത്, ആദ്യമായി മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ പുകവലി അത് രുചിച്ചു നോക്കിയ കണക്ക് സൂചിപ്പിക്കുമ്പോൾ 9 മുതൽ 15 വയസ്സുള്ള കുട്ടികളിൽ 78%. ഭീതിയോടെയാണ് നമ്മൾ ഈ കണക്കുകൾ ഓർക്കുന്നതും കണക്കുകൾ കാണുന്നതും. എന്തുകൊണ്ട്? ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മേഖല ഉണ്ടാകേണ്ടതുണ്ട്. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികളുണ്ട്, 18 വയസ്സ് പ്രായപൂർത്തിയായ പെൺകുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കോൾഡ് ഓർ ഹോട്ട്? ഹോട്ട് എന്നാണ് മറുപടി. ഒരു കാലത്ത് മദ്യപിക്കുന്ന പുരുഷന്മാർ മാത്രമുള്ള ഒരു സമൂഹത്തിൽ മദ്യപിക്കുന്ന സ്ത്രീകളിലേക്കും മദ്യപിക്കുന്ന പെൺകുട്ടികളിലേക്കും കഞ്ചാവും മയക്കുമരുന്നും MA, MD, MA ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ, ആൺകുട്ടി പെൺകുട്ടി ഭേദമന്യേ ആ വരയിൽ കുടുങ്ങുന്ന ഒരു തലമുറയുടെ കണക്കുകൾ ഞെട്ടലോടെയാണ് നാം എല്ലാവരും കാണുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നേരത്തെ ഡോക്ടർ ക്ലാസ്സിലും സൂചിപ്പിച്ച പോലെ തന്നെ തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെക്കാൾ വലിപ്പമുള്ള മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം. ഇനി സ്നേഹമായി ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം. ഇനി സ്നേഹമായി ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം. ഇനി സ്നേഹം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം.
ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയും. ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. City Gold, Gold and Diamonds, Kerala and Karnataka. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.